ഹലോ, അപ്പോൾ ഞാനിന്നൊരു അടിപൊളി പോട്ടിക്കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. പോട്ടിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ആ കൂട്ടത്തിൽ പോട്ടി എങ്ങനെ ക്ലീൻ ചെയ്യണതും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടല്ലോ. അപ്പോൾ പോട്ടിയുടെ കഷ്ണങ്ങൾ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. അങ്ങനെ ഓരോ പീസും നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മുറിച്ചെടുത്ത പീസുകളിലേക്ക് നമുക്ക് ഒരു 5 സ്പൂണോളം ആട്ടപ്പൊടി ഉപയോഗിച്ച് നല്ലപോലെ വെള്ളം ചേർത്ത് നന്നായിട്ട് നല്ല തിരുമ്മി കൂട്ടി നല്ലപോലെ കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ വെള്ളത്തിൽ നല്ലപോലെ കഴുകി മാറ്റുക. അങ്ങനെ 3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയതിന് ശേഷം പിന്നീട് അത്യാവശ്യം നല്ല ചൂടുവെള്ളം ഉപയോഗിച്ച് വീണ്ടും കഴുകി കോരി മാറ്റുക. അപ്പോൾ ഈ സമയത്ത് കുറേ നെയ്യ് ഇതിന്ന് വിട്ടുമാറിയിട്ടുണ്ടാകും. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് 1/2 കിലോ കടല അത് കഴുകി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കടല വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഈ സമയം പോട്ടിയുടെ വേവിനനുസരിച്ച് കടലയും നല്ലപോലെ വേവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ കൂട്ടുകളെല്ലാം ചേർക്കുക. കൂടാതെ 3 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെക്കുക. 8-10 വിസിൽ വരെ കുക്കറിൽ വേവിക്കുക. ഇനി നമുക്ക് അരപ്പ് കൂട്ടുന്നതിനായി ചട്ടി നന്നായി ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 15 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ 4 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില എന്നിവയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സവാളയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാളയെ എന്നിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അത്യാവശ്യം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുരിഞ്ഞ് വന്നതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മീറ്റ് മസാല, 4 സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല എന്നിവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അരപ്പ് നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അരപ്പ് നന്നായി ഡ്രൈ ആയി തന്നെ മൂപ്പിച്ചെടുത്താൽ മതി. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ അരപ്പ് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ആ പോട്ടിയിലെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പം അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞത്. ഉണ്ടല്ലേ, അത്യാവശ്യം നല്ലപോലെ നെയ്യുണ്ട്. ഈ നെയ്യിൽ നന്നായി മൂപ്പിച്ചെടുക്കുക. ഇനി ഈ സമയമാണ് ഞാൻ കുറച്ചുകൂടി വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പോട്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പോട്ടി മിക്സിലേക്ക് നമുക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഇപ്പോൾ ഈ സമയം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനിയും കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഈ സമയം തേങ്ങ വറുത്തരപ്പ് ചേർക്കുന്നുണ്ട്. തേങ്ങ വറുത്തരപ്പ് ഒരു 3 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഇനി നല്ലപോലെ തിള വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റിയായ ഒരു പോട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. താങ്ക് യു.